വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം AD 90 ശേഷം എഴുതിയെന്നാണ് സകല ബഹുഭൂരിപക്ഷം ആളുകളും 95% ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്തു. ആ ചിന്തയിൽ നിന്ന് ഉരുവായി വന്ന ഒരു പഠനമാണ് ഫ്യൂച്ചറിസം, അല്ലെങ്കിൽ ഭാവി സംബന്ധമായ പ്രവചന നിവൃത്തി, ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പഠനമാണ്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 24 മത്തായി യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചും യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചും 23, 24 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മർക്കോസ് തന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന ലോകാവസാനത്തിന്റെ കാലാവസാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ക്രിസ്തുവേശുവിലൂടെ ലഭ്യമായത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ലൂക്കോസും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കിത് കാണാനായിട്ട് കഴിയില്ല. മിശിഹായുടെ മടങ്ങിവരവിനെ കുറിച്ചും വരുവാൻ പോകുന്ന പ്രവചനങ്ങളെക്കുറിച്ചും യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ പറ്റില്ല. എന്തുകൊണ്ട് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ അത് എഴുതിയില്ല എന്ന് വെച്ചാൽ, യോഹന്നാൻ അത് എഴുതിയത് വെളിപ്പാട് പുസ്തകത്തിലാണ്. അതായത് മത്തായി 24 എഴുതിയത്, മർക്കോസ് 13 എഴുതിയത്, ലൂക്കോസ് 21 എഴുതിയത് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്താതെ അത് വെളിപ്പാട് പുസ്തകമായി രേഖപ്പെടുത്തി. അപ്പൊ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യെരൂശലേം എന്ന് പറയുന്ന മഹാനഗരത്തിന്റെ നാശത്തെക്കുറിച്ചുള്ള, ന്യായവിധിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനമാണ്. യെരൂശലേമിന്റെ നാശം, വരുവാനുള്ള ന്യായവിധി, മാത്രമല്ല ന്യായപ്രമാണത്തിന്റെ അവസാനം, പുതിയ നിയമത്തിന്റെ ആരംഭം, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. AD 70 മുമ്പ് ഇത് എഴുതി എന്നാണ്, അതായത് പ്രിട്രിസ്റ്റ് വ്യൂ. ഞാൻ അത് വിശ്വസിക്കുന്നു 100% ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് തന്നെ ഇത് ദേവാലയം നശിക്കുന്നതിന് മുൻപ് എഴുതി എന്ന് തെളിയിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ ചെറിയ വീഡിയോയിൽ ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആധാരമായിട്ട് ഒരു കുഞ്ഞു വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിച്ചാരംഭിക്കുകയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ ദണ്ട് പോലുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി, കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ദേവാലയങ്ങളെക്കുറിച്ചുള്ള പഠനമുണ്ട്. സമാഗമന കൂടാരം പിൽക്കാലത്ത് ദാവീദിന് ദൈവം കൊടുത്ത രൂപകൽപ്പന അനുസരിച്ച് തന്റെ മകനായ ശലോമോൻ അവന്റെ ജ്ഞാനത്താൽ ദൈവം കൊടുത്ത മാതൃക പ്രകാരം ശലോമോന്റെ ആലയം എന്ന അതിമനോഹരമായ ഒരു ആലയം യെരൂശലേമിൽ പണിതു. BC 586 ബാബിലോൺകാർ അതിനെ തകർത്തു കളഞ്ഞു. ബാബിലോൺ തകർത്ത ശേഷം പിൽക്കാലത്ത് ജനം അവിടെ പ്രവാസികളായി തുടർന്നു. പ്രവാസത്തിൽ നിന്ന് തിരികെ വരുമ്പോൾ നെഹമ്യാവിന്റെയും എസ്രായുടെയും നേതൃത്വത്തിൽ, അല്ലെങ്കിൽ എസ്രായുടെയും സെരുബാബേലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവർ തിരികെ വരുമ്പോൾ, എസ്രായുടെ നേതൃത്വത്തിൽ, സെരുബാബേലിന്റെ നേതൃത്വത്തിൽ അവർ വീണ്ടും ആ ദേവാലയത്തെ പുതുതായിട്ട് പണിയുന്നുണ്ട്. ശലോമോന്റെ ആലയം തകർക്കപ്പെട്ടു, പുതിയൊരാലയം എസ്രായുടെ നേതൃത്വത്തിൽ പണിതു. ആ പണിത ദേവാലയത്തെ പിൽക്കാലത്ത് ഹെരോദാവ് പുതുക്കി പണിത് മിശിഹാ തമ്പുരാൻ ഭൂമിയിലായിരുന്ന സമയത്തും അപ്പോസ്തലന്മാർക്ക് ആരാധിപ്പാനും പ്രാർത്ഥിക്കുവാനുമായി യെരൂശലേമിൽ ആ ദേവാലയം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായും 3 ദേവാലയങ്ങളാണ് നമ്മൾ കാണുന്നത്. ശലോമോന്റെ ആലയം, 2 എസ്രായുടെ നേതൃത്വത്തിൽ ഉണ്ടായ ആലയം, 3 പുതുക്കി പണിത ഹെരോദാവിന്റെ ആലയം. വേദപുസ്തകത്തിനകത്തെ ആലയം, ദ ടെമ്പിൾ എന്ന് പറയുന്നത് യെരൂശലേം. ഇവിടെ ശ്രദ്ധിക്കണം, AD 96 ശേഷമാണ് യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയതെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ താൻ ഈ പറയുന്ന ദേവാലയം ഏതാണ്? അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റുകാർ വാദിക്കുന്ന ഒരു പ്രധാന കാര്യം, ഇനി വേഗത്തിൽ യെരൂശലേമിൽ ഒരു ദേവാലയം പണി. കാരണം ഇവരുടെ പ്രവചനങ്ങൾ എവിടെങ്കിലും ഒന്ന് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ യെരൂശലേമിൽ ദേവാലയം പണിയപ്പെടണം, അവിടെ അന്ത്യക്രിസ്തു വന്നിരിക്കണം. അങ്ങനെയുള്ള കുറെ കലാപരിപാടികൾ നടന്നെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിസം എവിടെങ്കിലും ഒന്ന് പോയി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് കാലത്തിനനുസരിച്ച് മഴവെള്ളം വരുന്നതിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു എത്തും പിടിയില്ലാതെ പോകുന്നത് കൊണ്ട് യെരൂശലേമിൽ എങ്ങനെയും ഒരു ദേവാലയം പണിയണമെന്ന് വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് എല്ലാ ഫ്യൂച്ചറിസ്റ്റ് വാദികളും പ്രാർത്ഥിച്ചാട്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദേവാലയം യെരൂശലേം ദേവാലയത്തെക്കുറിച്ചാണ്. കാരണം അവിടെ
ആലയമുണ്ട്, യാഗപീഠമുണ്ട്, അതിൽ ആരാധിക്കുന്നവരുമുണ്ട്. നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തുവിന്റെ ദേവാലയം, കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച അവിടുത്തെ പരിശുദ്ധമായ സഭയ്ക്ക് യാഗപീഠമില്ല, ആ മന്ദിരത്തിനകത്ത് ആലയമില്ല. കുഞ്ഞാടതിന്റെ വിളക്കാണ്. ദൈവവും കർത്താവും കുഞ്ഞാടുമാണ് അതിന്റെ ആ എന്തുവാ ആലയം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലാണ് ആലയം, യാഗപീഠം, ആരാധിക്കുന്നവർ. പുതിയ നിയമത്തിൽ വിശുദ്ധന്മാരാണ് ആലയം. ആലയം വേറെ, ആരാധിക്കുന്നവർ വേറെയല്ല. ആരാധിക്കുന്നവരെ കൊണ്ടാണ് പുതിയ നിയമത്തിൽ ആലയം സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ പറയാം. പഴയ നിയമത്തിൽ ദേവാലയമുണ്ട്, മുൻപിൽ അത് യാഗപീഠമുണ്ട്, അവിടെ വന്ന് യാഗം നടത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നവരുണ്ട്. പുതിയ നിയമത്തിൽ ദേവാലയം എന്ന് പറയുന്നതും ആരാധിക്കുന്നവരും തമ്മിൽ ഒരേ ബന്ധമാണ്. കാരണം ആരാധിക്കുന്നവരെ കൊണ്ടാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പുതിയ യെരൂശലേം നിർമ്മിച്ചിരിക്കുന്നത് ആരാധിക്കുന്നവരെ കൊണ്ടാണ്. അതുകൊണ്ട് ദേവാലയം വേറെ, ആരാധിക്കുന്നവർ വേറെ എന്നൊരു പ്രതിഭാസം പുതിയ നിയമത്തിൽ ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദണ്ഡ് കൊണ്ട് അളക്കുവാൻ പറഞ്ഞ ദേവാലയം, യാഗപീഠം, ആരാധിക്കുന്നവർ അന്ന് നിലവിലുണ്ടായിരുന്ന, യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്ന യെരൂശലേം ദേവാലയത്തെ കുറിച്ചാണ്. എന്നിട്ട് താഴെ പറഞ്ഞു, ആലയത്തിന്റെ പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായത്തിൽ കാണാൻ പറ്റും. എന്താ യെരൂശലേമിന് വേണ്ടി വെച്ചിരിക്കുന്ന മാസത്തെക്കുറിച്ച് പറഞ്ഞു. കാലം, കാലങ്ങൾ, കാലാംശം. കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, 2 1 3, കാലാംശം എന്ന് പറഞ്ഞാൽ അര വർഷം, അതായത് 3.5 വർഷം. 42 മാസം എന്ന് പറയുന്നത് 3.5 വർഷമാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ 7 വർഷത്തെ മഹോദരവകാലം എന്ന് പറയുന്ന ഒരു കെട്ടുകഥ എന്താണെന്ന് നമ്മൾ അടുത്ത ദിവസത്തെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഇവിടെ 3.5 വർഷം ജാതികൾ അത് ചവിട്ടേണ്ടതിന് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ നഗരത്തിൽ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ക്ലാസ്സുകൾ നമ്മൾ ആ ദിവസങ്ങൾ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കി തരാം. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധി നിൽക്കുന്ന 2 ഒരു വർഷമാകും. താഴോട്ട് വായിക്കുന്നു. ഇങ്ങനെ ഈ 2 സാക്ഷികളെ കൊല്ലുന്നുണ്ട്. കൊന്ന ശേഷം എന്ത് ചെയ്യുന്നു? അവര് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പം ഈ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി വരെ ജയിച്ചു, കൊന്നുകളഞ്ഞു. അവരുടെ കർത്താവ്, ശ്രദ്ധിക്കണം, അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് അന്റാർട്ടിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലൊന്നും അല്ലല്ലോ. കർത്താവ് ക്രൂശിക്കപ്പെട്ടത് നമുക്കറിയാം യെരൂശലേമിലാണ്. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി, ശ്രദ്ധിച്ചു കേൾക്കണം, ആത്മീകമായി സോദോം എന്നും മിസ്രീം എന്നും പേരുള്ള മഹാനഗരത്തിന്റെ വീതിയിൽ, ഈ പദം ശ്രദ്ധിക്കണം, ദ ഗ്രേറ്റ് സിറ്റി. വെളിപ്പാട് പുസ്തകത്തിൽ ഒരുപാട് സ്ഥലത്ത് ഗ്രേറ്റ് സിറ്റി എന്ന് എഴുതിയിട്ടുണ്ട്. മഹാനഗരം, മഹാനഗരം, മഹാനഗരം. നമ്മുടെ ആളുകൾ വേദപുസ്തകത്തെ ബോധിച്ചതുപോലെ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് അവർക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നഗരങ്ങളുടെ പേര് മാറാം. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു അപ്പോളജിസ്റ്റ് എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞാൻ ആ മനുഷ്യനോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൃത്യമായ നിലയിലുള്ള വിയോജിപ്പ് സ്നേഹത്തിലാണ്. ഞാൻ ആ ആളുകളെയൊക്കെ ഞാൻ ഓപ്പണായിട്ട് പറയാം, ഫ്യൂച്ചറിസ്റ്റ് ആളുകൾ എൻ്റെ ഫെലോ ക്രിസ്ത്യൻസ് ആണ്, ഫെലോസ് സിറ്റിസൺസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. യു വിൽ നെവർ അക്സെപ്റ്റ് മീ. നിങ്ങൾ എന്നെ അംഗീകരിക്കത്തില്ല. നിങ്ങളെ ഒരുപക്ഷെ ദുരുപദേശ അന്തിക്രിസ്തു ആക്കും. പക്ഷെ ഐ അക്സെപ്റ്റ് യു ആസ് മൈ ഓൺ ബ്രദർ, ഫെലോ ബ്രദർ. സോ ഐ ജസ്റ്റ് വാണ്ട് ടു സേ that person, that apologist, അദ്ദേഹം ഒരിക്കൽ ഈ മർമ്മം മഹദിയ ബാബിലോൺ എന്ന് പറഞ്ഞ കുറേ വീഡിയോ യൂട്യൂബിലുണ്ട്. അദ്ദേഹം പറയുന്നത് അത് ബാബിലോൺ എന്ന് പറയുന്നത് ഇറാഖാണ്, മഹാനഗരം ഇറാഖാണെന്ന്. 18-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം 17-ാം 18-ലൊക്കെ പറയുന്ന മഹാനഗരം എന്ന് പറയുന്നത് ഇറാഖാണെന്നും ഇറാഖിൽ എന്തൊക്കെയോ വലിയ വ്യാപാര സമുച്ചയങ്ങൾ ഉണ്ടാകുന്നുവെന്നും ഇറാഖിലേക്ക് എന്തൊക്കെയോ റോഡ് വരുന്നുണ്ടെന്നും ഇറാഖ് പിന്നെ പിൽക്കാലത്ത് വലിയ വാണിജ്യ നഗരമായി മാറുന്നു. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, ഇറാഖും വേദവസ്തുവും തമ്മിൽ എന്ത് ബന്ധം? അദ്ദേഹം ഒരുപാട് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. നല്ലൊരു ചരിത്ര വായനയുള്ളൊരു കഴിവുള്ളൊരു അറിവുള്ളൊരു മനുഷ്യൻ. ശ്രദ്ധിക്കുക, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന മഹാനഗരം ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഏതാ? ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ഏതാ? ഇറാഖിലാണ് ക്രൂശിക്കപ്പെട്ടത്.
ആത്മീകമായി സോതോം എന്നും മിസ്രീം. അപ്പം ഇസ്രായേലിനെ, യെരൂശലേമിനെ, ദൈവത്തിന്റെ സ്വന്തം നഗരമായ യെരൂശലേമിനെ ദൈവം വിളിക്കുന്ന പേരെന്താ? സോതോം എന്ന് പറഞ്ഞാൽ വഷളത്തം നിറഞ്ഞ നാടെന്ന്. മിസ്രീം, പാഗൻ പീപ്പിൾ എന്ന്. ആരാ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട മഹാനഗരത്തിന് ബൈബിൾ വിളിക്കുന്ന പേര് സോതോം. മിസ്രീം എന്നും പേരുള്ള മഹാനഗരം, നഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. ഓക്കെ, ഇവിടെ ഈ മഹാനഗരം എന്ന് പറയുന്നത് യെറൂശലേമാണ്. യെറൂശലേം, ദ ഗ്രേറ്റ് സിറ്റി ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ഇസ് നോട്ട് ഇറാഖ് ഓർ ഇറാൻ ഓർ അമേരിക്ക, എനിത്തിങ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ജോൺ ബി തോമസ് എന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഈ ഒരു ബ്രദറൻകാരനായ ഒരു ദൈവദാസൻ, അതിൻ്റെ കുറേ CD പണ്ട് ഞാൻ ഇത് കേട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ CDs എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് ആവശ്യപ്പെട്ടാൽ ഞാനത് ഫ്രീ ആയിട്ട് തന്നേക്കാം. എനിക്ക് ഇവരുടെ ഒരു CD വേണ്ട, കാരണം ഇതിനകത്തൊന്നും ഒരു കഥയില്ലെന്ന് പിൽക്കാലത്ത് മനസ്സിലായി. ഈ ജോൺ ബി തോമസ് എന്ന് പറയുന്ന ആ പ്രായമുള്ള ദൈവ മനുഷ്യൻ, അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പുള്ളിക്കാരനൊരു വീഡിയോയിൽ പറയാം, അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും, അമേരിക്കയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നൊരു ഒരു 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 സംഭവം എന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അമേരിക്കയെ കുറിച്ചുള്ള പ്രവചനമാണ്. 2-ാമത്തെ ദൂതൻ ഉതി, അപ്പോൾ തീ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീരും. സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ 1/3 ചത്തുപോയി, കപ്പലുകളിൽ 1/3 ഛേദം വന്നു. ഈ തീ പോലെ കത്തുന്ന വൻമല പോലെ ഒന്ന് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പം വൻമല എന്ന് പറയുന്നത് കിങ്ഡത്തെ കുറിച്ചാണ്. ശ്രദ്ധിക്കണം. അപ്പം പുള്ളിക്കാരൻ വ്യാഖ്യാനിച്ചു പോകുന്നത് ശരിയാ. പർവ്വതം ബൈബിളിൽ എപ്പോഴും മല എന്ന് പറയുന്നത് ദിസ് ടോക്കിംഗ് അബൌട്ട് ദ കിങ്ഡം. അപ്പം കാരണം കൈതൊടാത്തൊരു കല്ല് വന്നു, ആ കല്ല് പിൽക്കാലത്ത് ഒരു മലയെ പർവ്വതമായി മാറിയ പർവ്വതം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കിങ്ഡത്തെ. ഡു യു തിങ്ക് ദാറ്റ് അമേരിക്ക ഇസ് എ കിങ്ഡം? അമേരിക്ക ഇസ് എ യുണൈറ്റഡ് നേഷൻസ്, നോട്ട് ദ കിങ്ഡം. ഇപ്പൊ ഒരു കിങ്ഡം എന്ന പേര് സാധനമുണ്ട്, അതായത് യുണൈറ്റഡ് കിങ്ഡം. അത് പണ്ടങ്ങാണ്ട് കിട്ടിയ പേരാണ്. ഇന്ന് ആ യുണൈറ്റഡ് കിങ്ഡത്തിനകത്ത് എത്ര കിങ്ഡം ഉണ്ടെന്ന് ദൈവത്തിന് അറിയത്തില്ല. പണ്ടായിരുന്നു റോമൻ കിങ്ഡം ആയിരുന്നു, ബാബിലോൺ ഒരു കിങ്ഡം ആയിരുന്നു, മെദിയ പേർഷ്യ കിങ്ഡം ആയിരുന്നു. അതുപോലെ തന്നെ ഗ്രീക്ക് ഒരു കിങ്ഡമാണ്, റോം ഒരു കിങ്ഡം എന്ന വാക്കിനകത്ത് ഒരുപാട് രാജ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഭരിക്കുന്ന ആ ഒരു കാര്യത്തിന്റെ പേരാണ് കിങ്ഡം. കിങ്ഡം പറഞ്ഞ ഒരു ഡൊമൈൻ, ഒരു ലോർഡ് ഓഫ് നേഷൻസ് ജോയിനിങ് ടുഗദർ, അല്ലെങ്കിൽ ഒരുമിപ്പിക്കപ്പെട്ട് ഭരിക്കുക. ഇന്ത്യ ഒരു കിങ്ഡം അല്ല, ഇന്ത്യ ഈസ് എ നേഷൻ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് അമേരിക്ക എന്ന് പറയുന്നതാണ്. ദൈവം എന്ത് ചെയ്യും? അതിനടുത്ത് സമുദ്രത്തിൽ കളയാൻ പോവുക. അപ്പൊ അത് മൊത്തം നിങ്ങൾക്ക് ഈ ബ്രദറൻകാരാണ് സത്യം പറഞ്ഞ ഈ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ക്രിസ്തീയ സഭയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടേക്ക്. ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അബദ്ധങ്ങൾ, വെറും അബദ്ധങ്ങൾ. സ്വർഗത്തിൽ ഇത് എഴുതി യോഹന്നാൻ ഇതൊക്കെ എഴുതി, യോഹന്നാൻ ചിന്തിച്ചിട്ട് പോലും കാണത്തില്ല. സത്യം പറഞ്ഞ യോഹന്നാൻ ഈ അച്ചാച്ചന്മാരുടെ, ഈ ബ്രദറൻകാരുടെ, ഈ പെന്തിക്കോസ്ത് സഹോദരന്മാരുടെ യോഗത്തിന് വന്നിരുന്ന യോഹന്നാൻ ബോധം കെട്ട് വീണ്ടും വന്ന് ആത്മവിശ്വാസമായി പോകും. പിന്നെ എഴുന്നേക്കത്തോലുമില്ല പുള്ളി. കാരണം അത്രയ്ക്കും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറയുന്നത്. നമ്മുടെ പ്രിയ സജു ചാത്തന്നൂരിന്റെ യോഗത്തിന് അപ്പോസ്തലനായ പൗലോസൊക്കെ പോയിരുന്ന അന്നേരെ പുള്ളി വടിയായി പോകും, ചത്തുവും പുള്ളി. ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. കാരണം വേദപുസ്തകത്തിൽ എഴുത്തുകാരോ പരിശുദ്ധാത്മാവോ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യത്തെ എടുത്ത് വ്യാഖ്യാനിച്ച് കോളമാക്കി നശിപ്പിച്ച് വെച്ചിരിക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തി 1:1, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്, ബരേഷിത് ബാറ എലോഹിം എയ്ത് ഹശമായിം വാവൈത് ഹെററ്റ്സ് എന്ന് പറയുന്ന ആ വാക്ക്, ദാറ്റ് ഈസ് the creation of the covenant world. അല്ലാതെ നമ്മുടെ എം എ വർഗീസ് അങ്കിൾ പറഞ്ഞല്ലേ, മെഷിയാക്കാക്കു പറഞ്ഞ പോലെ ഈ മെഷിയാക്കാക്കു അല്ല വേദോസം തീരുമാനിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക. ഏതോ സയന്റിസ്റ്റ് പറഞ്ഞു, ഏതോ അത് പറഞ്ഞു, ഇത് പറഞ്ഞു. ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനം. മെഷിയാക്കാക്കുവോ ഏതോ കാക്കു അല്ല തീരുമാനിക്കുന്നത്. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്ന് ഏതോ ശബ്ദം ഉണ്ടായിരുന്നു, 2 ശബ്ദം കൂട്ടിമുട്ടിയെന്നും. എന്തിനാ എന്റെ പൊന്നു പാസ്റ്റർമാരെ ഇങ്ങനെ ജനത്തെ കളിപ്പിക്കുന്നു? ആരംഭത്തിൽ ബറേഷിത് ബാറ എലോഹിം എന്ന് പറഞ്ഞാൽ ഈ ബാറ എന്ന വാക്കുപോലും ആദ്യം പഠിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊന്ന് തിരിച്ചു വരാം. ബാറ എന്ന വാക്കിനർത്ഥം സൃഷ്ടിച്ചു എന്നല്ല, ഫാഷൻഡ്.
ഫോംഡ്. ഇല്ലായ്മയെന്ന് വിളിച്ചു വരുത്തുക എന്നുള്ള വാക്കിന് വേറെ അർത്ഥം എക്സ് നെഹലിയോ എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഉൽപ്പത്തി 1:1 പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരു കവനന്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്തെന്ന്, ഫോം ചെയ്തെന്ന്, ഫാഷൻ ചെയ്തെന്ന്. ആ കവനന്റ് വേൾഡ് അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിലാണ്. അനന്തരം ഞാൻ എന്തുവാ, പുതിയ ആകാശവും പഴയ ഭൂമിയും ഒഴിഞ്ഞുപോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരിക. അപ്പൊ പഴയ ആകാശവും പഴയ ഭൂമിയും എപ്പോഴാണ്? ഉൽപ്പത്തി 1 സ്ഥാപിച്ച ആ പഴയ ആകാശവും പഴയ ഭൂമിയും അവസാനിക്കുന്നത് വെളിപ്പാട് 21 ആദ്യ വാക്യത്തിലാണ്. 21 അധ്യായത്തിന്റെ 1 വാക്യം മുതലാണ് പുതുനിയമം അതിന്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ വെളിപ്പാട് പുസ്തകം 21 വരെ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെ ഓൾഡ് കവനന്റ് വേൾഡിലെ ഏറ്റവും സെന്റർ യെരൂശലേമാണ്. യെരൂശലേമാണ് ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ നഗരം, അത്യുന്നതന്റെ നഗരം, മഹാരാജാവിന്റെ നഗരം. ഞാൻ ഒരു കാര്യം കൂടെ പറയും, ഉൽപ്പത്തി 1 അധ്യായം ഒരിക്കലും ഫിസിക്കൽ ക്രിയേഷൻ അല്ല. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളോട് പറയണോ, ഇത് പഠിപ്പിക്കണം അവരെ. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം 2 അധ്യായം 3 അധ്യായം ഇത് ഫിസിക്കൽ ക്രിയേഷനെ കുറിച്ചുള്ളതല്ല. പണ്ട് സ്തോത്രം ആമേൻ ആമേൻ അല്ലേ ലൂയ എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ല ഇന്നത്തെ തലമുറ. ചോദിച്ചാൽ തിരിച്ചും മറുപടി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും. Genesis chapter 1 is not the narration of the physical creation of the universe. Genesis chapter 1 is the narration of the creation of the covenant world. Okay. അപ്പം മഹാനഗരം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ വിടുക, ഇത് ഇറാഖും അല്ല ഇറാനും അല്ല. ശരി, ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 11 അധ്യായം. യെസ്, ഐ ഡോണ്ട് ഡിസഗ്രി, ഐ അഗ്രി ദാറ്റ്. ബട്ട് ഇൻ ബുക്ക് ഓഫ് റെവലേഷനിൽ പറഞ്ഞിരിക്കുന്ന മർമ്മം മഹദിയ ബാബിലോൺ, മിസ്റ്ററി ബാബിലോൺ എന്നാണ്. അതിന്റെ അർത്ഥം മിസ്റ്ററി. ജെറുസലേം ഈസ് ഈജിപ്റ്റ് ആണ്, യെരുശലേം ഈസ് സോദോം ഗോമോറയാണ്, യെരുശലേം ബാബിലോൺ ആണ്. അത് അതിന്റെ നേച്ചർ അനുസരിച്ച് ദൈവം എന്ത് ചെയ്യാണ് ഇങ്ങനെ പറയുക. ഓക്കെ, അപ്പൊ അമേരിക്ക അല്ല ഈ വന്മലയെന്ന് ആദ്യം എൻ്റെ ബ്രദർ അപ്പച്ചൻ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് ഈ പാവങ്ങളെ കളിപ്പിക്കരുത്. നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റുകാര് യേശുക്രിസ്തുവിന്റെ മാർഗത്തെ വളരെ അധികമായിട്ട് വൃഥാവാക്കുന്നു എന്നത് സങ്കടകരമായ കാര്യം. അപ്പൊ ഞാനിത് പറഞ്ഞു വരുമ്പോൾ വേറൊരു കാര്യം കൂടെ ഇടയ്ക്ക് കയറി പറയാം. ഞാൻ ഒറ്റ പോയിന്റ് മാത്രമേ സ്ഥാപിക്കുന്നുള്ളൂ കേട്ടോ. ചിലർ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പേഴ്സണലി സംസാരിച്ചിട്ട് പറഞ്ഞു, ഈ ലോകത്ത് എത്ര വലിയ വലിയ ദൈവദാസന്മാർ വേറെ പേരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ മണ്ടന്മാരാണോ നിങ്ങൾ തീരുമാനിച്ചത്? ശരിയാ. അപ്പം IPCയുടെ ഒക്കെ വലിയ സ്ഥാപകരായിരിക്കുന്ന ആളുകൾ, വലിയ വലിയ ആളുകളുടെ പേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അവരുടെ ഒന്നും അടുത്ത് പോയി നിൽക്കാൻ നമുക്ക് യോഗ്യതയൊന്നുമില്ല. എന്താ പറഞ്ഞാന്നറിയാമോ? ഏത് യോഗ്യത എന്നറിയാമോ? ക്രിസ്തുവിലെ യോഗ്യതയല്ല, അല്ലാത്ത കുറെ യോഗ്യതകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ യോഗ്യതയിൽ ബെല്ലിഗ്രാമിന്റെ അടുത്ത് പോയിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് പാസ്റ്ററിന്റെ അടുത്ത് പോയിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ബിക്കോസ് വി ഹാവ് ദ സെയിം പ്രിവിലേജ്. ഓക്കെ, കാരണം ദാറ്റ് ഇസ് ഗോഡ് ഗിവൺ. അപ്പം ഇവർ പറഞ്ഞത്, അപ്പം ഞങ്ങളുടെ പിതാക്കന്മാരെല്ലാം കള്ളന്മാരെ തെറ്റിപ്പോയോ? ഞങ്ങളുടെ ദൈവദാസ വേദശാസ്ത്രികളെല്ലാം മന്ദബുദ്ധികളാണോ? വേദാധ്യാപകന്മാരെല്ലാം മന്ദബുദ്ധികളാണോ? അല്ലേ, ഒന്നുമല്ല. ഞാനൊരു കൊച്ചു ചോദ്യം തിരിച്ചു ചോദിക്കാൻ പോകും. എല്ലാ ബ്രദറൻ പെന്റക്കോസ്റ്റൽസ് ഫാസ്റ്റ് ആണ് യുവർ സീറ്റ്. ആ കസേരയിൽ ഇരുന്നിട്ട് സീറ്റ് മുറുക്കി ഇട്ടിട്ടിരിക്കുക. ഞാൻ ചോദിക്കാൻ പോകും, ഈ അന്യഭാഷ ഭാഷണത്തോടുകൂടെ ആത്മസ്നാനം എന്ന് പറയുന്നൊരു കലാപരിപാടി ഉണ്ടല്ലോ. ഇപ്പം കലാപരിപാടി തന്നെ പറയാം. കാരണം ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ ഒരു ബയലോ വായിച്ചപ്പോൾ അതിനകത്തേക്കുന്നത് അന്യഭാഷ അടയാളത്തോടു കൂടിയ ആത്മസ്നാനം. From where it is in the Bible? Show me where it is in the Bible. ഇതെന്ന് ആരംഭിച്ച അന്യഭാഷ? പെന്തിക്കോസ്തിന് അന്യഭാഷ നടന്നു, ആദ്യ നൂറ്റാണ്ടിൽ അന്യഭാഷ ഉണ്ടായിരുന്നു. ഞാൻ നെഗ്ലക്ട് ചെയ്യുന്നില്ല. ഐ എം നോട്ട് എഗൻസ്റ്റ് ടങ്സ് because it is in the Bible. But in the Bible, for tongues is for a purpose. ജീസസ് പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ അന്യഭാഷകളിൽ സംസാരിക്കും. അടയാളം അങ്ങനെ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു, ആ കുറച്ച് സമയത്തുണ്ടായിരുന്നു. അതിനുശേഷം അത് സ്റ്റോപ്പായി. പിന്നെ അന്യഭാഷ വീണ്ടും റെസ്റ്റോർ ചെയ്തെന്ന അസൂസ സ്ട്രീറ്റിലാണ്, അല്ലേ?
അവിടെയാണ് അന്യഭാഷ വീണ്ടും തുടങ്ങുന്നത്. ഇന്നേക്ക് ഒരു 120 വർഷത്തിന്. അപ്പൊ ഈ 120 വർഷത്തിന് മുമ്പ് വരെ നിന്നുപോയ അന്യഭാഷ, അപ്പൊ പിതാക്കന്മാർ അവർക്കാർക്കും ഇല്ലായിരുന്നു. മാർട്ടിൻ ലൂതർ അന്യഭാഷ അറിയത്തില്ലായിരുന്നു. ചാൾസ് സ്പർജൻ അറിയത്തില്ലായിരുന്നു. ജോൺ കാൽവിൻ അറിയത്തില്ല. അവരെല്ലാം അനാത്മീയരാണ്. അവർക്കാർക്കും അന്യഭാഷ അടയാളത്തോടുകൂടെ ആത്മസ്നാനം ഇല്ലായിരുന്നു. അത് നിന്നുപോയില്ലേ? അപ്പം നിങ്ങൾ കാൽവിനേക്കാളും നിങ്ങൾ മാർട്ടിൻ ലൂതറിനേക്കാൾ വെല്ലുവിളിയാണോ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ. അതിന് പ്രസക്തിയില്ല. അപ്പൊ അന്യഭാഷ എന്ന് പറയുന്നത് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുക, റീ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് പറയുന്നില്ല, പ്ലീസ്. ബാപ്റ്റിസം നമുക്കറിയാം, 1-ാം നൂറ്റാണ്ട് ഇമേഴ്ഷൻ ഉണ്ടായിരുന്നു. മിക്വ ഉണ്ട്, ഇമേഴ്സ് ബാപ്റ്റിസം ഉണ്ട്. അത് വാട്ടർ ബാപ്റ്റിസം വാസ് റീപ്ലേസ് ബൈ ദ സ്പിരിറ്റ് ബാപ്റ്റിസം. സോ ഐ എം നോട്ട് ഗോയിങ് ആഫ്റ്റർ ദാറ്റ്. പിന്നെ പിൽക്കാലത്ത് ഈ പൂർണ്ണമായി പിന്നെ അത് കഴിഞ്ഞ് കാത്തലിക് ചർച്ച് രംഗത്ത് വന്നു. അത് ചൈൽഡ് ബാപ്റ്റിസത്തിലേക്ക് വന്നു. പിന്നെ ഈ മുഴുകൽ സ്നാനം എപ്പോഴാണ് വന്നത്? അനാബാപ്റ്റിസ്റ്റ് മൂവ്മെന്റ് 16-ാം നൂറ്റാണ്ടിൽ അനാബാപ്റ്റിസ്റ്റ് ആവുന്നത്. മനസ്സിലായി? അതുവരെ എന്ത് ചെയ്യും? ആരും മുങ്ങുന്നില്ല. കൊച്ചുങ്ങൾ ജനിക്കുന്നു, കളിക്കുന്നു, അവർ ചർച്ചിന്റെ ഭാഗമായി നിൽക്കുന്നു. പിന്നെ മൊഴികൾ കൊണ്ടുവന്ന അനാബാപ്റ്റിസ്റ്റ്. നൗ ഈസ് കണ്ടിന്യൂയിങ് ആഫ്റ്റർ പെൻഡകോസ്റ്റ്, നിയോ പെൻഡകോസ്റ്റൽ കരിസ്മാറ്റിക് മൂവ്മെന്റിലേക്ക് വന്നപ്പോൾ ഇത് മുഴുകൽ സ്ഥാനത്തിലേക്ക് വന്നു. അപ്പൊ ഇതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ എവിടെ പോയത്? ട്രൂത്ത് ഉണ്ടായിരുന്നു? ട്രൂത്ത് ഇല്ലായിരുന്നു. നിങ്ങൾ പറയുന്ന ട്രൂത്ത്. സോ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, ഐ എം സോ സോറി, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർട്ടിൻ ലൂതർ പറഞ്ഞതും പൗലോസ് പറഞ്ഞത് രണ്ടും രണ്ടാകട്ടെ. മാർട്ടിൻ ലൂതർ ഈ കണക്റ്റഡ് ദാറ്റ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് വിത്ത് ദ കാത്തലിക് റിച്വൽസ്. കാത്തലിക്കിൽ സംഭവിച്ചുകൊണ്ടിരുന്ന റിച്വൽസ് വെച്ചിട്ടാണ് മനുഷ്യൻ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഐ എം സോ സോറി, that doesn't mean Paul was speaking about the same thing. No. പോൾ ഉദ്ദേശിച്ചതും മാർട്ടിൻ ലൂതർ ഉദ്ദേശിച്ചതും രണ്ടും രണ്ടാണ്. മാർട്ടിൻ ലൂതർ ഉദ്ദേശിച്ചതല്ല പോൾ ഉദ്ദേശിച്ചത്. പോൾ വാസ് talking about the justification by faith to the people, those who are under the law. If you are under the law, you cannot be justified. That's not what happened in the Catholic Church. Okay? So, അതുകൊണ്ട് മാർട്ടിൻ ലൂതർ കൊണ്ടുവന്ന ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റും അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിലും ഗലാത്യലേഖനത്തിലും പഠിപ്പിച്ചിരിക്കുന്ന നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ബോത്ത് ആർ ഡിഫറെന്റ്. എനിവേ ആയിക്കോട്ടെ, എന്തായാലും there was a reformation, a Protestant movement happened. അല്ലെങ്കിൽ പുറത്തു വന്നു. ഈ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് പുറത്തു വന്നിട്ടാണ് പിന്നെ പ്രസംഗം തുടങ്ങി സാൽവേഷൻ ബൈ ഫെയ്ത്ത്. അതുവരെ സാൽവേഷൻ ബൈ ഫെയ്ത്ത് ഇല്ലായിരുന്നു. ലിസൺ ടു മീ. സാൽവേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ആ ടീച്ചിങ് അതുവരെ ഇല്ലായിരുന്നു. അയ്യോ പിണങ്ങല്ലേ. ആദിമസഭയിൽ അതുണ്ടായിരുന്നു AD 70 വരെ, ബൈ ഫെയ്ത്ത്. അതൊക്കെ എന്താണെന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിപ്പിക്കുന്നു. പിൽക്കാലത്ത് വീണ്ടും എന്ത് ചെയ്തു? അത് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പം ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടങ്സ് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു, ബാപ്റ്റിസം റീ എസ്റ്റാബ്ലിഷ് ചെയ്തു, സാൽവേഷൻ ബൈ ഫെയ്ത്ത് റീ എസ്റ്റാബ്ലിഷ് ചെയ്തു. എല്ലാം ഇതിനിടയ്ക്ക് എത്രയോ ഗ്യാപ്പ് ഉണ്ടല്ലേ. അങ്ങനെങ്കിൽ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് യേശു ക്രിസ്തു AD 70 വന്നു കഴിഞ്ഞു എന്ന് യേശു ഇനി വരാൻ പോകുന്നു എന്ന് പറയുന്ന ബഹുഭൂരിപക്ഷത്തിന് മുമ്പിൽ പറയുമ്പോൾ, don't think that we are fools. നമ്മൾ വിവരമില്ലാതെ വിഡ്ഢികളല്ല. കാരണം സഭയ്ക്കകത്ത് അസത്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് തുടരാം. യേശു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു 100 നൂറ്റാണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കുമോ? സമ്മതിക്കും. അതങ്ങനെയാ. വെളിച്ചമുള്ളവർ എന്നെ കണ്ടാൽ മതി, എന്നെ അന്വേഷിക്കുന്ന എന്നെ കണ്ടെത്തുന്ന. അപ്പം അസത്യത്തിലും എററുകളിലും ഇപ്പൊ ഞാൻ ഓപ്പൺ ആയിട്ട് പറയട്ടെ, നമ്മൾ എന്ത് കാണുന്ന അന്യഭാഷ. ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അന്യഭാഷ, ഞാൻ അന്യഭാഷ പ്രാപിക്കാൻ അല്ലെങ്കിൽ പറയാൻ വേണ്ടി ഞാനൊരു പെന്തിക്കോസ്തുകാരനായിട്ട് ആണ് എൻ്റെ കൊച്ചു ബാല്യകാലം മുതൽ മുമ്പോട്ട് വരും. അപ്പോൾ ഈ അന്യഭാഷ ഇല്ലാത്തവനെല്ലാം ദൈവത്തിന് ആത്മാവില്ലാത്തവനെന്ന് പഠിപ്പിക്കുന്ന മഹാന്മാർ നമ്മുടെ സഭകളിലുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി എത്ര വൃത്തികെട്ട. ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയാം. ഈ ഒരു ഡോക്ടറെ നിങ്ങൾ കാണാൻ പോകത്തില്ലേ? നിങ്ങളൊരു ഡോക്ടറെ കാണാൻ പോകും, നിങ്ങൾ ആദ്യം അദ്ദേഹത്തിന്റെ ബോർഡ് നോക്കുക. MBBS, MD or MS, FRSH, ABCD ഇങ്ങനെ കുറെ കാണും. കുറേ ഡിഗ്രീസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വി ആർ ഹാവിങ് എ ട്രസ്റ്റ് ഇൻ ourselves that this doctor is very good, he's a brilliant one, so
ഞാൻ അങ്ങനെ അടുത്ത് പോകാൻ പോവാ, എനിക്ക് എന്തായാലും ഇദ്ദേഹത്തെ കൊണ്ടൊരു ഗുണം ഉണ്ടാവും. നമ്മളതിനകത്തൊരു ഒരു ഹോപ്പ് വെക്കും ബിക്കോസ് ഓഫ് ഹിസ് എഡ്യൂക്കേഷൻ. നമ്മുടെ ശരീരം ശരിയാകാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഡോക്ടർ പോലും വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, അല്ലേ? പക്ഷെ ഇന്ന് നമ്മുടെ സഭകളിൽ പ്രസംഗിക്കാൻ വിളിക്കുന്ന പാസ്റ്റർ, പ്രവാചകൻ, ശുശ്രൂഷകൻ, അദ്ദേഹം വേദവസം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്? പോക്കറ്റിലിരിക്കുന്ന കർച്ചീഫിന്റെ കളർ ചുമപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നീയൊക്കെ തുള്ളിച്ചാടും. ATM കാർഡിന്റെ നമ്പർ കാണുന്നു, അവസാനം 353222. ഹല്ലേലൂയ. അന്നേരം കിടന്ന് അങ്ങ് വിജൃംഭിക്കും, ഹല്ലേലൂയ. ഇത്രയും നിങ്ങൾ ബാലിശമായി പോയത്. I believe in prophecy. I believe in the true prophets of God. I respect them. You know who is the true prophets of God today? The one who dig into God's word and taking the word of God from the Bible. That is a true prophet. അല്ലാതെ ഞാൻ കണ്ടടയ്ക്കുമ്പോൾ ഞാൻ പെയിന്റ് പാട്ട കാണുന്നു. പെയിന്റ് പാട്ട അല്ലടാ, മണ്ണെണ്ണ കന്നാസ. പെയിന്റ് പാട്ട കാണുന്നു. ഇവനോട് പോയി ചോദിച്ചു, നിങ്ങൾക്ക് ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ട്? അറിയത്തില്ല. കാരണം ഈ മുറിവൈദ്യന്മാരാണ് ചികിത്സ നടത്തുന്നത്. നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ പോലും നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറെ പുറകിലാണ് പോകുന്നെങ്കിൽ, നിങ്ങളുടെ ആത്മാവിനെ ശുശ്രൂഷിക്കാൻ, നിങ്ങളെ സത്യം പഠിപ്പിച്ചു തരാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ദൈവദാസന്മാർ, പ്രവാചകന്മാർ എത്രത്തോളം വേദപുസ്തകത്തിൽ സമ്പന്നരായിരിക്കണം. ഐ എം സോ സോറി, ഐ എം റിപ്പൻഡിങ്, ഐ എം അഷെയിംഡ് ഓഫ് ഇറ്റ്. ഞാൻ ഇത് പറയുന്നത് എനിക്ക് ലജ്ജയുണ്ട്. കാരണം വൺസ് ഐ വാസ് ലൈക്ക് ദാറ്റ്. ഞാനും ഒരു കാലത്ത് മുറിവൈദ്യനായിരുന്നു. ഐ എം റിപ്പൻഡിങ്. എനിക്കൊരു വാക്യെടുക്കും, കാരണം എനിക്ക് ഐ ഡോണ്ട് നോ, എല്ലാം അറിയത്തില്ല. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വാക്യെടുക്കുക, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അട്ടിച്ച് മിന്നുക, ഇളക്കി മറിക്കുക. എന്ത് സംഭവിച്ചു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഇസ് നോട്ട് ദ മിനിസ്ട്രി. ദാറ്റ്സ് മാനിപ്പുലേഷൻ. Choose a man of God who is having very good biblical education, not in the Bible school. ദയവ് ചെയ്ത് ബൈബിൾ സ്കൂളിൽ പോയമാരെ പിടിക്കരുത്. അത് വൈറ്റ് ലോകം കോഴിയുടെ കേസാണ്. 28 വയസ്സ് കൊണ്ട് വീർത്തവന്മാർ, 28 ദിവസം കൊണ്ട്. വൈറ്റ് ലോകം കോഴിയുടെ അർത്ഥം അറിയാലോ. 28 ദിവസം കഴിയുമ്പോഴത്തേന് 2.5 കിലോ ആവും. അതിന് എന്തിനു കൊള്ളാം? അതിനെ കറി വെക്കാൻ കൊള്ളാം, അത്രേ ഉള്ളൂ. ഓൾമോസ്റ്റ് എവറി ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ആർ ജസ്റ്റ് ലൈക്ക് എ വൈറ്റ് ലോകം ചിക്കൻ. കാരണം അവർക്ക് പഠിച്ചു വെച്ചേക്കുന്നുണ്ട്. അവർക്ക് എന്താണ്, അവരെ പിടിച്ചാലും കരയും, കണ്ടിക്കുമ്പോഴും കരയും, ഓടിക്കുമ്പോഴും കരയും, അതേ അറിയത്തുള്ളൂ. കാരണം അവര് അവിടെ പഠിച്ച കുറെ കാര്യമുണ്ട്. യേശു ഇപ്പൊ വരും, യേശു വരുന്നു, എപ്പോ വരും? നാളെ വരും. എവിടെ കിട്ടി? അവിടെ കിട്ടി, സെമിത്തേരി കിട്ടിയത്. സോ ഇഫ് യുവർ പാസ്റ്റർ ഇസ് നോട്ട് എഡ്യൂക്കേറ്റഡ്, ഐ എം ടെല്ലിങ് ദ ട്രൂത്ത്, ഇഫ് യുവർ പാസ്റ്റർ ഇസ് നോട്ട് ബിബ്ലിക്കലി സൗണ്ട്, എന്തോസാണെന്ന് പറയാം, പെന്തക്കോസ്ത് ഉപദേശം പഠിപ്പിക്കുന്ന പാസ്റ്ററല്ല, ബൈബിളിന്റെ ഉപദേശം. ബൈബിളിന്റെ ഉപദേശം, ദൈവത്തിന്റെ വചനത്തെ ഒരു ഡിനോമിനേഷന്റെ കണ്ണാടിയിലൂടെ കാണാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ കണ്ണാടിയിലൂടെ കണ്ട് പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ സഭയിലേ പോകാവൂ. നമ്പർ 2, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വെച്ച് വേറെ പറയാം. നമ്പർ 2, ഡോണ്ട് ഗോ ടു എനി മെഗാ ചർച്ച്. പോരുത്. നിങ്ങളുടെ പാസ്റ്റർക്ക് നിങ്ങളെ പേഴ്സണലി സംസാരിക്കാൻ, നിങ്ങളെ പേഴ്സണലി പരിപാലിക്കാൻ, പേഴ്സണലി ശുശ്രൂഷിക്കാൻ, നിങ്ങൾക്ക് പേഴ്സണലി അദ്ദേഹത്തെ, നിങ്ങളുടെ കാര്യത്തെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ലെവലുള്ള ഒരു ചർച്ചിലെ നിങ്ങൾ പോകാവൂ. ഇഫ് യു ആർ ഇൻ എ മെഗാ ചർച്ച്, ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഓക്കെ, ഞാൻ തിരിച്ചു വരിക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തുവാ, prophetic ministry is there. I'm not against it. അപ്പം ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ നിലവിൽ ഒരുപാട് സത്യങ്ങൾ എന്ത് ചെയ്തു കാലങ്ങളായിട്ടില്ല. അന്യഭാഷയിൽ ഒരു സുപ്രഭാതത്തിൽ കാണാം, അസൂസ സ്ട്രീറ്റ് കിടന്ന് കലവല കലവല എന്ന് പറയാൻ തുടങ്ങി. അതോടെ എല്ലാവരും കലവല കാണുന്നു. അങ്ങനെ അത് വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പൊ അടുത്ത ചോദ്യം, അതുവരെ ഈ കലവല എവിടെ പോയി? സോറി കേട്ടോ, I'm not kidding. I just want to kid it. കാരണം ചില സമയത്ത് most of the people, I want to tell you,
or 90% of Christians, Pentecostal people are speaking gibberish language. That is not the true fire of God. That is മലയാളത്തിൽ പറഞ്ഞ അന്യാഗ്നിയാണ്. That's not the true fire. Maybe or some 10% of people are doing some fire. They're speaking the tongues, speaking to God. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ട്രൂത്ത് എസ്റ്റാബ്ലിഷ് ആകാൻ ഒരു സമയം എടുക്കും. അസത്യങ്ങൾ ഇപ്പൊ 150 വർഷമായി ക്രൈസ്തവ സഭ ഒരു അസത്യത്തിന് പറയില്ല. ഡാർബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന ഒരു അബോമിനേഷൻ, അത് കാരണമാണ് ഇന്ന് ക്രിസ്തീയ സഭ യേശു വരുന്നു യേശു വരുന്നു യേശു വരുന്നു എന്ന് പറഞ്ഞ് ഈ കാര്യം ബൈബിൾ പോലും നോക്കുന്നില്ല. They are not looking at the Bible. വെളിപ്പാട് പുസ്തകം 96 എഴുതിയാൽ പറഞ്ഞു ഐറേനിയസ് പറഞ്ഞെന്ന് വരും. ഒരൊറ്റ കാര്യം കൊണ്ട് പ്രൂവ് ചെയ്യാൻ പോയി, ഞാൻ ഐ എം ചലഞ്ചിങ് യു ഫീച്ചേഴ്സ്, ബിക്കോസ് ഞാൻ നിൽക്കുന്ന എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് I cannot explain it. Just because of the truth, just because of the word of God. I challenging you, futurist, if you have ability to come. എന്ന് വാക്കിയെടുക്കാൻ പോകും. മഹാനഗരം എന്താണെന്ന് മഹാനഗരം പുത്തൻ യെരൂശലേമാണ്. അല്ല സോറി, പഴയ യെരൂശലേം, ഓൾഡ് കവനന്റ് ജെറുസലേം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17 നമുക്കിത് കാണാനായിട്ട് പറ്റും. 17 അധ്യായത്തിന്റെ 1 വാക്യം മുതൽ 7 കലശമുള്ള 7 ദൂതന്മാർ എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരുടെ വേശ്യവൃത്തിയുടെ മധ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയിരിക്കുന്നവളായി പെരുവെള്ളത്തിൻ മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു. മഹാവേശ്യ, ഒരുപാട് വേശ്യയുണ്ട്, പക്ഷെ ഇവിടെ മഹാവേശ്യ എന്ന് വിളിക്കുന്നത്. കാരണം ലോകത്തെ എല്ലാ ദേവന്മാരുടെ കൂടെ ജീവിക്കുന്ന ഒത്തിരി ജാതികളുണ്ട്, പക്ഷെ മഹാദൈവവും സൃഷ്ടിതാവുമായ യഹോവയായ ദൈവത്തിന്റെ വിവാഹസ്ഥയായിരുന്ന ഈ സ്ത്രീ ദൈവത്തെ കളഞ്ഞ് മറ്റു ദേവന്മാരുടെ ഓരോ പോകുമ്പോൾ ഇവിടെ വേദവസ്തം വിളിക്കുന്നത് ഇവർ മഹാവേശ്യ എന്ന ടോക്കിംഗ് അബൌട്ട് ജെറുസലേം. ഓക്കെ, അപ്പൊ 7 അധ്യായത്തിൽ ഈ സ്ത്രീയെ കുറിച്ച് കാണുന്നുണ്ട്. അത് ഭൂരാജാക്കന്മാരുടെ 18 വാക്യം, നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജത്വമുള്ള മഹാനഗരം തന്നെ, ഗ്രേറ്റ് സിറ്റി. ഈ ഗ്രേറ്റ് സിറ്റി ഏതാണ്? ഇറ്റ്സ് നോട്ട് ബാബിലോൺ. എന്റെ പൊന്നെ, ഇറാഖിൽ പോയി കഴിഞ്ഞാൽ ഒരു ചാക്ക് പണം കൊണ്ട് വേണോ ചായ കുടിക്കണമെങ്കിൽ, അത്ര ഗതികെട്ട് കിടക്കുക അതിനകത്ത്. അതാണോ ഭൂരാജാക്കന്മാർ ഇരിക്കുന്ന നഗരം? നമ്മുടെ ഫ്യൂച്ചറിസ്റ്റുകാരുടെ ആഗ്രഹം ഇതെല്ലാം ഡെവലപ്പ് ഒന്നും ആവത്തില്ല. നിങ്ങൾ ഇതുകൊണ്ട് സമയം കളയണ്ട പ്ലീസ്. നിങ്ങൾ ഇറാഖിന്റെ പുറകിലും എന്ത് പറയുന്നത്, സിൽവർ ലൈൻ എന്ന് പറഞ്ഞ ഒരു ഈ ചൈനയിൽ അങ്ങോട്ടൊരു റോഡ് വരുന്നുണ്ടെന്ന് പോലും, അത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. കഷ്ടം. 18 അധ്യായത്തിലേക്ക് വരിക. 18 അധ്യായത്തിൽ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക. 18 അധ്യായത്തിനകത്ത് 17 വാക്യത്തിൽ പറയുന്നുണ്ട്, ഏത് മാലിന്യവും ഓരോ ദിക്കിലേക്കും കപ്പലേറി പോകുന്ന യവനും കപ്പൽക്കാരനും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നമ്മുടെ ദഹനത്തിന്റെ പുക കണ്ട് മഹാനഗരത്തോട് തുല്യമായ നഗരം ഏതെന്ന്. ഏതായി മഹാനഗരം? യെരൂശലേം, ഇസ്രായേൽ. അവർ തലയിൽ പൂരിവായിട്ട് അയ്യോ അയ്യോ, കടലിൽ കപ്പലുള്ളവർക്കെല്ലാം തന്റെ ഐശ്വര്യത്താൽ സമ്പത്ത് വർദ്ധിപ്പിച്ച മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞു. മഹാനഗരം ഒരു മണിക്കൂർ കൊണ്ട് നശിച്ചുപോയല്ലോ. ഏതായി മഹാനഗരം? യെരൂശലേം. ഇറ്റ്സ് നോട്ട് ഇറാഖ്. Listen to me, apologist. Listen to me, futurist. Listen to me. If you believe the word of God, listen to me. Okay? നശിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിച്ചും കൊണ്ട് നിലവിളിച്ചു. സ്വർഗമേ, സ്വർഗമേ, വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളോരേ. ആരൊക്കെ? വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ, ദൈവം അവളോട് നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പിൻ. ആരോട്? അവളോട്. ഏതവളോട്? ഇറാഖിനോടോ? പറയണം മിസ്റ്റർ. ഇറാഖിനോടോ? അപ്പോസ്തലന്മാർക്കും വിശുദ്ധന്മാർക്കും പ്രവാചകന്മാർക്കും വേണ്ടി പ്രതികാരം ദൈവം നടത്തിയത് ആരോടാ? ഏതവളാണ് അവൾ? മർമ്മം മഹദിയാം ബാബിലോൺ. ഇന്നലെ ഈ യൂബർട്ട് ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, നമുക്കറിയാം ആഫ്രിക്കയിലെ ഒരു പ്രോഫറ്റാണ് പുള്ളി. സ്വന്തമായിട്ട് തന്നെ പ്രോഫറ്റ് എന്ന് വിളിക്കും, മേജർ പ്രോഫറ്റ് എന്ന് പുള്ളി വിളിക്കുന്നത്. ഞാൻ ഈ പണ്ടൊരു സിനിമയുടെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു ഫിലിമേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. കുഞ്ഞിക്കൂനൻ എന്ന സിനിമയ്ക്കകത്ത് ഒരു പേരെന്താ, ഏതോ ഒരു പേരാ, ഒറിജിനൽ പേര് വേറെ ഏതാണ്ട. അപ്പം അതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ എന്നെ വിമൽ കുമാർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ അവിടെ ഒരു പ്രോഫറ്റ് ഉണ്ട്, പുള്ളി വലിയ പുള്ളിയാണ്. പുള്ളി I found it. I'm so sorry. He's my brother in the kingdom of God. But I want to say,
I found that man. That man is the embodiment of proud. That man is the embodiment of proud. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ അദ്ദേഹം പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ യേശു പറഞ്ഞില്ലേ, അന്നൊരിക്കൽ രണ്ടുപേർ വയലിരിക്കും, ഒരുവനെ കൈക്കൊള്ളും, മറ്റൊരു ഉപേക്ഷിക്കും, രണ്ടുപേർ തിരികെ പിടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ ഉപേക്ഷിക്കും, മറ്റൊരാളെ കൈക്കൊള്ളും, രണ്ടുപേർ കിടക്കയിലായിരിക്കും, ഒരാളെ ഉപേക്ഷിക്കും, മറ്റൊരാളെ കൈക്കൊള്ളും. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം കൈക്കൊള്ളും എന്ന് പറഞ്ഞു. അപ്പം അപ്പോസ്തലന്മാർ ചോദിക്കും ചോദ്യമുണ്ട്. ലൂക്കോസ് സുവിശേഷം 16:37 വാക്യത്തിൽ, they ask him, Lord, where? എവിടെയാണെന്ന് ചോദിക്കുന്നു. അതിന്റെ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ്. അപ്പൊ പുള്ളി അവിടെ നിൽക്കുക, വേർ. എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞു, എന്തോ കഴുക്കൾ ഉള്ളിടത്ത്, ശവമുള്ളിടത്ത് കഴുക്കൾ കൂടും. എനിക്കറിയോ ഈ മനുഷ്യൻ പോയെങ്ങനെന്നറിയോ? ഈ മനുഷ്യൻ നേരെ ശവം ഉള്ളിടത്ത് കഴുക്കൾ എന്ന് പറഞ്ഞാൽ എവിടേക്കാ? അത് ജർമ്മനിയുടെ ചിഹ്നം കഴുകിന്റെ ചിഹ്നമാണ്, അമേരിക്കയുടെ ചിഹ്നം കഴുകന്റെ ചിഹ്നമാണ്, വത്തിക്കാനിലെ അവിടുത്തെ എന്തുവാ റോമിന്റെ അവിടെ ഉണ്ടായിരിക്കുന്ന ഏതോ ഒരു ബിംബത്തിനകത്ത് ചിഹ്നം കഴുകന്റെ ചിഹ്നമാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞ വാക്കുകളാണ്, എന്തൊരു വിഘടമായ വ്യാഖ്യാനം എന്നറിയോ? പുള്ളി പറയാണ്, ശവം ഉള്ളിടത്ത് കഴുക്കൾ കൂടുന്നു. പറയാം, കഴുക്കളുടെ കൂട്ടം ഉള്ളിടത്ത് ശവം ഉണ്ടെന്ന്. ശവം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ജീവനില്ല. എന്നിട്ട് പുള്ളി പറഞ്ഞിങ്ങനെയാണ്, വത്തിക്കാനും അമേരിക്കയും യൂറോപ്പും എല്ലാം കൂടെ ചേരുന്ന ഒരു കഴുകക്കൂട്ടം, ആ കഴുകക്കൂട്ടത്തിന് നടുവിൽ ഒരു ശവം കിടപ്പുണ്ടത് യേശുവിന്റെ ശരീരമാണെന്ന് തോന്നും. യേശുവിന്റെ ശരീരമാണെന്ന് തോന്നും, പക്ഷെ അതിന് ജീവനില്ലെന്ന്. കൊള്ളാം അല്ലേ? മേജർ പ്രോഫറ്റ്. എനിക്ക് ഇങ്ങനെയും ബൈബിൾ വ്യാഖ്യാനിക്കുകയല്ലേ? മനസ്സിലായി ഞാൻ പറഞ്ഞു? അതായത് കഴുക്കൾ, അതായത് കഴുകൾ എന്ന് പറഞ്ഞാൽ ഈ റോമൻ കാത്തലിക് ചർച്ചാണ്. റോമൻ കാത്തലിക് ചർച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സഭകളൊക്കെ, രാജ്യങ്ങളൊക്കെയാണ്. അവരുടെ ഇടയിൽ ശവം കിടക്കുന്നു. ശവം എന്ന് പറഞ്ഞാൽ അത് യേശുവിന്റെ ശരീരമായ സഭ, പക്ഷെ അത് യേശുവിന്റെ ശരീരമായ സഭയല്ല, അത് ജീവനില്ലാത്ത ഡെഡ് ബോഡിയാണ്. That is the major prophet. You but angel. My God. I'm so sorry, brothers. You're wrong. You may be a major or minor or whatever it may be. His Highness Abdullah എന്ന് പറഞ്ഞ പോലെ, His Highness, but you are wrong. അദ്ദേഹത്തെ അനുഗമിക്കുന്ന ആരും എന്നെ കണ്ടു, sir, you are wrong. You are also wrong. You are following a stupid person. Nonsense. That's not what the Bible says about it. It's different. It's not Catholic Church. അപ്പോസ്തലന്മാരുടെ വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരോടും പ്രതികാരം ചെയ്യും കത്തോലിക്ക സഭയാണോ അത് ചെയ്യുന്നത്? കത്തോലിക്ക സഭ എന്നാ ചെയ്തു നോക്കിയേ, 24 വാക്യം നോക്കി. പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. ആരിൽ? അവളിൽ. ഈ അവൾ ആരാണ്? മർമ്മം മഹദിയ ബാബിലോൺ. അതാരാ? യെരൂശലേം. Go and read Luke chapter 13 verse 33. ഹെരോദിനോട് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ഭൂതങ്ങളെ പുറത്ത് മറ്റന്നാൾ സമാപിക്കും. യെരൂശലേമിന് പുറത്ത് ഒരു പ്രവാചകൻ കൊല്ലപ്പെടുന്നത് അസംഭവ്യമല്ലല്ലോ, സംഭവ്യമല്ല, നടക്കുന്നത്, ഇമ്പോസിബിൾ എന്നാ പറഞ്ഞു. Every prophets and priests and saints were dead and martyred in the land of Jerusalem, not in Rome. It's not talking about the people those who died in Rome. No. These are nonsense. Please. നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങൾ ഒന്നുമല്ല. We are just humble people. We are very few people. We have no money. പണമില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ ദരിദ്രരാണ്. ഞങ്ങൾ അന്നന്നതെ കൊണ്ട് ജീവിക്കുന്നവർ. But we stand for the truth. We not stand for our benefit. We stand for Jesus Christ and for His church. കാരണം ഡാർബിയിലൂടെ വന്ന് സഭയ്ക്കകത്ത് വന്ന് ഈ പൊല്യൂഷൻ നീങ്ങണം. ഓക്കെ, ഞാൻ ചോദിക്കുക, പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തം അവളിലല്ലോ കണ്ടത്? ഏതവളിൽ? മർമ്മം മഹദിയ ബാബിലോണിൽ. അതാരാ മർമ്മം മഹദിയ? യെരൂശലേമിൽ. ദിസ് ഇസ് എ ചലഞ്ച്. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞൊരു വാക്യത്തിലേക്ക് വന്നിട്ട് ഞാൻ നിർത്താൻ പോകും. മാത്യു ചാപ്റ്റർ 23. എത്ര പേര് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്? കാരണം നമുക്ക്, ഞാൻ കാര്യം പറഞ്ഞില്ല, നമുക്ക് ഈ പ്രവചനങ്ങളൊന്നും വലിയ കാര്യമില്ല. കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രവചനം കേൾക്കുന്നവർ. ഞാനതിൽ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഈ ഞങ്ങളുടെ നാട്ടിലെ പ്രവചനം എന്നെ കുറിച്ച് എന്നോട് ഇഷ്ടംപോലെ പറഞ്ഞു. എനിക്കിത് കേരളത്തിലെ ഏറെക്കുറെ എല്ലാവരും എന്നോട് ഒരുപാട് പറഞ്ഞു. എൻ്റെ പ്രവചനം തന്നെ എഴുതിയൊരു പുസ്തകമാണ്, ഞാനത് എടുത്ത് കളഞ്ഞു. ദൂത്, വാക്തത്വം നിനക്കുണ്ട്. എനിക്കിങ്ങനെ ഒറ്റ ഒരുത്തൻ്റെ വാക്തത്വം വേണ്ട.
എനിക്ക് ഒരു പ്രവാചകന്റെ വാഗ്ദത്തം വേണ്ട. എനിക്ക് വേദപുസ്തകത്തിനകത്ത് യേശു ക്രിസ്തുവിൽ പറഞ്ഞ വാഗ്ദത്തം മാത്രം മതി. കാരണം എൻ്റെ കഴിഞ്ഞ 10-35 വർഷത്തെ ചെറിയ പ്രായം മുതലുള്ള അനുഭവത്തിൽ ഞാൻ പറയാം, 99% ഓഫ് ദ പ്രൊഫസീസ് ഫെയിൽഡ്. ഒരു പ്രവചനം ഒക്കെ ഇല്ല. പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലെ എങ്ങനെ എറിഞ്ഞവർ 2 മാങ്ങ വീണു, അത്ര ഉള്ളൂ. അതങ്ങ് എന്തോ ഒത്തു. I don't believe that these prophets are the true prophets. If you are a true prophets, 99% അല്ല 100% നിന്റെ വാക്ക് ഫുൾഫിൽ ചെയ്യണം. If it is not fulfilling, you are a false prophet, whoever it may be. I don't care. അപ്പൊ നിങ്ങൾ പറയും, നീ കെയർ ഇല്ല. You go after all these errors. Go. പക്ഷെ യേശു അങ്ങനല്ല കേട്ടോ. യേശു പറഞ്ഞതാണ്. യേശുവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ലാത്തത്. 34 23-34. അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ചു കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളിയിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും. നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ആബേലിന്റെ രക്തം മുതൽ ബെറഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ. ആരായി നിങ്ങൾ? ഇന്ന് ഇസ്രായേലിൽ പാർക്കുന്ന യഹൂദന്മാരാണോ ആ നിങ്ങൾ? ഹാബേലിന്റെ രക്തം മുതൽ ബെറഖ്യാവിന്റെ മകനായ സെഖറിയാവിന്റെ രക്തം വരെ ചൊരിഞ്ഞ ആ തലമുറയിൽ ആരെങ്കിലും ആണോ ഇന്നിപ്പോ അവിടെ താമസിക്കുന്നത്? അവരുടെ മേൽ വരേണ്ടതാകും. നിങ്ങളുടെ മേൽ. യേശു സംസാരിക്കുക തലമുറ. എന്നിട്ട് അടുത്ത വാക്യം, ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ. ഇതൊക്കെയും ഒരു 100 പ്രാവശ്യം പറയും. ഇതൊക്കെയും ഈ തലമുറ മേൽ വരേണ്ടതാകുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇതാരെ കുറിച്ചായത്? യെരൂശലേമിനെ കുറിച്ച്. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വിശുദ്ധന്മാരുടെയും രക്തം ചിന്തിയ ഈ യെരൂശലേമിനെ നോക്കി പറയുന്നു, ഈ തലമുറയുടെ മേൽ എന്ത് ചെയ്യാൻ പോവാ? ന്യായവിധി പ്രതികാരം വരേണ്ടതാകുന്നു. ഗോ ബാക്ക് ടു ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 18. പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തം അവളിലല്ലോ കണ്ടത്. Ask you a question. Do you believe in Jesus Christ? എങ്കിൽ യേശു മത്തായിയുടെ സുവിശേഷം 23 പറഞ്ഞിരിക്കുന്ന അതേ രക്തം അത് തന്നെയാ വെളിപ്പാട് പുസ്തകം 18 പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ അതേ പ്രൊഫറ്റിക്കൽ ഫുൾഫിൽമെന്റ് ആണ് വെളിപ്പാട് പുസ്തകത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം യെരൂശലേം നശിക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ് ഇത് സംഭവിക്കുന്നത്. 23 താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം ശൂന്യമാകും, ദേവാലയത്തിന്റെ കല്ലിന്മേൽ ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരും. All things are connected with the temple, destruction of the temple. Judgment already happened. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മഹാനഗരം യെരൂശലേമാണ്. 18 കഴിഞ്ഞ് 19 വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ ഭയങ്കര ഘോഷം, വേശ്യന്യായം വിധിച്ചു, ജഡ്ജ്മെന്റ് നടന്നു, പട്ടണം പൊളിച്ചു കളഞ്ഞു. അതിന്റെ മറുസൈഡിൽ എന്ത് സംഭവിക്കുന്നു? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. 19 അധ്യായം. അർത്ഥം, യെരൂശലേം ദേവാലയം പൊളിക്കുന്നു, സിറ്റി ഡിസ്ട്രോയ് ആകുന്നു, കല്യാണം വരുന്നു. ഇത് തന്നെയല്ലേ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 22 പറഞ്ഞേക്കുന്നത്? രാജാവിന്റെ മകന് കല്യാണം ഒരുക്കി, എല്ലാ വിരുന്നും ഒരുക്കി, എല്ലാവരും വിളിച്ചു. ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല, ക്ഷണിക്കപ്പെട്ട വരാത്ത കഴിഞ്ഞപ്പോൾ അവൻ സൈന്യത്തെ അയച്ചു പറഞ്ഞ പട്ടണത്തെ ചുട്ടുകളഞ്ഞു. പട്ടണത്തെ ചുട്ടുകളയുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്താണ്? കുഞ്ഞാടിന്റെ കല്യാണം. അപ്പൊ 18 അധ്യായത്തിൽ 18 അധ്യായത്തിൽ ഇതിന് ന്യായവിധി വരുമ്പോൾ, ജഡ്ജ്മെന്റ് സംഭവിക്കുമ്പോൾ 19 അധ്യായത്തിൽ കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നു. എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. The book of Revelation is not written in AD 90 or 96. It's written before the fall of Jerusalem. It is external evidence. So ഞാൻ കുറെ കാര്യങ്ങൾ പ്രിയായിട്ട് സംസാരിച്ചു. എനിവേ, മറക്കല്ലേ, ഇത് നിങ്ങളുടെ മനസ്സിൽ വരിക. ബൈബിൾ അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുക. വെളിപ്പാട് പുസ്തകം യെരൂശലേമിന്റെ നാശത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തർ വ്യാഖ്യാനിക്കുമ്പോൾ ഓരോ രീതിയിൽ ഇങ്ങനെ തിരിയാൻ കാരണം. ഇതിന്റെ പേർപ്പസ്, ഇതിന്റെ ഓഡിയൻസ് റെലവൻസ്, ആർക്കെഴുതി എന്നുള്ള യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ എല്ലാം
ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു എന്ന ചിന്തയിൽ വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പിഴവുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് മറക്കല്ലേ. ആൻഡ് ദിസ് ഈസ് അവർ തേർഡ് വീഡിയോ ഓൺ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ദ ഡേറ്റ് ഓഫ് ദ ബുക്ക് ഓഫ് റെവലേഷൻസ് ഇസ് ഇന്റേണൽ എവിഡൻസ്. അടുത്ത ക്ലാസ് I'll go through the external evidence. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് പല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, സത്യത്തെ പിന്തുടരുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.